തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീമതി പി ഗീത, ഇത് ജയിലിൽ വെച്ച് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ പൾസർ സുനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരികയാണ് ജിൻസിൻ്റെ മൊഴിയിൽ നിന്ന്. പലരുമായി മൊബൈൽ ഫോണിൽ പൾസർ സുനി സംസാരിക്കാറുണ്ടായിരുന്നു എന്ന ജയിലെത്തി കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ പൾസർ സുനിക്ക് മൊബൈൽ കിട്ടുകയാണ്. ഈ ജയിലിനകത്ത് മൊബൈൽ സംവിധാനം പ്രതികൾക്ക് കിട്ടുന്ന സാഹചര്യം ഇതാദ്യമല്ല പുറത്തു വരുന്നത്. പലരുമായും സംസാരിക്കുന്നു, എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല. മാത്രമല്ല ഈ കത്ത് അവിടെ നിന്ന് എഴുതുന്ന ഏത് കത്തായാലും ജയിലധികൃതർ കാണാതെ കത്ത് പുറത്തേക്ക് പോകില്ല. ഈ കത്ത് എങ്ങനെ പുറത്തുപോയി എന്നുള്ളത്, ഈ കത്തിന്റെ വിശ്വാസ്യത, കത്തിൽ കൃത്യമായി ജയിലിലെ സീലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ കണ്ടു തന്നെയായിരിക്കും ആ കത്ത് പുറത്തു പോയത് എന്നതിന്റെ സൂചനയല്ലേ അത്? അതെ, ജയിലിൻ്റെ ഉള്ളിലത്തെ സംവിധാനത്തെ സംശയത്തിലാക്കുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ നിൽപ്പ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇയാൾക്ക് ഇത്ര സ്വതന്ത്രമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെങ്കിൽ ഇത്ര സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സംവദിക്കാനും ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാനും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള വളരെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു താവളമായിട്ടാണോ പ്രതികൾക്ക് ജയിൽ ഉള്ളത്? പ്രതികളെ ശിക്ഷിക്കണമെന്നോ പീഡിപ്പിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവരുടെ ക്രൈം തിരുത്തുകയാണല്ലോ ഈ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം ഈ ക്രൈമിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണോ ജയിലുകളിൽ ഒരുക്കപ്പെടുന്നത് എന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ കത്തിൻ്റെ നിലയും അവിടെ നിന്ന് പോയിട്ടുള്ള മൊബൈൽ ഫോണുകളെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതി അത് തന്നെയാണ്. സാമാന്യബോധം അങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി അതിലപ്പുറത്തേക്കുള്ള ഉദാര ബുദ്ധികളായിട്ടുള്ള ബുദ്ധി ആവശ്യമുള്ള സംഗതികൾ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അജ്ഞയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൈംസിനെ റിപ്പീറ്റ് ചെയ്യാൻ, കുറ്റങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അത് തുടരാനും അതുപോലെ കുറച്ചുകൂടി കടുത്ത കുറ്റകൃത്യങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കാനും ഒക്കെ തക്ക സാഹചര്യങ്ങൾ ജയിലുകളിൽ നിലനിൽക്കുന്നതിനെ കൂടി പരിശോധിച്ചുകൊണ്ട് വേണം ഇത്തരം കുറ്റകൃത്യങ്ങളെ കാണാനെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ സ്ത്രീപീഡന കേസുകളുടെയൊക്കെ കാര്യത്തിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പ്രതിയുടെ ജീവിതാവകാശവുമായിട്ട് മനുഷ്യാവകാശവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ജാമ്യ വ്യവസ്ഥയാണ്. അത്തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ശിക്ഷയുടെ ഇളവ് ചെയ്യലിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ പുറത്തു പോകുന്ന പ്രതികൾ, ഇപ്പോൾ നമ്മൾ വിഷ്ണു എന്നുള്ള ഒരാൾ ഇപ്പോൾ ദിലീപിനെ ഭീഷണിപ്പെടുത്തിയെന്ന് ദിലീപൻ പറയുന്നു. അയാൾ വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ കിടക്കുകയും പിന്നീട് പുറത്തു പോവുകയും പിന്നീട് ഇദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ജെയ്സൺ എന്ന് പറയുന്ന ആൾ ഈ വിഷ്ണു എന്നൊരാൾ ഉണ്ടോ എന്ന് പോലും നാദൃശ സംശയിക്കുകയാണ്. ആ അന്വേഷണമൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന കാര്യമല്ലേ അത്? വളരെ എളുപ്പത്തിൽ നടക്കാവുന്നതാണ്, അതിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. കാരണം കേരള പോലീസ് മനസ്സ് വെച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത കേസൊന്നും അല്ലാതെ ഇത് വേറെ എവിടെയും നടന്നൊന്നുമല്ല. അവർ മനസ്സ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും പ്രതികളെ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിലൊരു കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ, നടിയെ ആക്രമിച്ച കാര്യത്തിൽ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയണം. നടനെതിരെയുള്ള ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയണം. കാരണം നമ്മളൊക്കെ സിനിമ കാണുന്നത് പിന്നിൽ ദിലീപിനെ പ്രതിയാക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ നീങ്ങുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ വാർത്തകൾ വരുന്ന ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണമെങ്കിലും പൾസർ സുനി ആർക്കു വേണ്ടി ഗൂഢാലോചന നടത്തുന്നു എന്നത് അന്വേഷിക്കേണ്ടത് അനിവാര്യമല്ലേ? ഇതിപ്പോൾ പൾസർ സുനി ജയിലിൽ വെച്ച് ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ കോളുകൾ കണ്ടെത്തുക, ആ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നത് പ്രധാനം തന്നെയല്ലേ? ആ നിലയ്ക്ക് കൂടി അന്വേഷണം വേണ്ടതല്ലേ? ശ്രീ എസ് എൻ സ്വാമി, ജയിലിനകത്ത് വെച്ചിട്ട് ഇതേപോലുള്ള ഒരു സ്വതന്ത്രമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്താനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യം ജയിൽ നിയമത്തിലുണ്ടോ എന്ന് വ്യക്തമായിട്ട് പറയാൻ എനിക്കറിയില്ല. പ്രതികൾ ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചതിന് അവരെ പിടികൂടിയിട്ടുണ്ട്, മൊബൈൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് തുടർച്ചയായ ജയിലിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ വിവരം വന്നിരിക്കുന്നത്. അല്ല, അതിനുശേഷം മൊബൈൽ നിരോധിക്കുകയും വീണ്ടും മൊബൈലാവാമെന്ന് ഒരു ഓർഡർ ഉണ്ടാവുകയും തിരിച്ച് ആ മൊബൈൽ പ്രതികൾക്ക് ഉപയോഗിക്കാനുള്ള
സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. അത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ തടവുകാരെയും മറ്റു ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നൊരു തീരുമാനം ഉണ്ടായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതാത് സാഹചര്യങ്ങളിൽ അതാത് പ്രതികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേണം മൊബൈൽ അവർക്ക് ഉപയോഗിക്കാമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അതാത് സന്ദർഭങ്ങളിലും ആ ഒരു സിറ്റുവേഷനിൽ അത് ഡീൽ ചെയ്യുന്ന ഓഫീസേഴ്സായിരിക്കണം ആ കാര്യത്തിൽ കൂടുതൽ അവെയർ ആവേണ്ടത്. ഞാൻ ചോദിച്ചത് ഈ പൾസ് സുനി അങ്ങനെ മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ സംഭാഷണം ആരോടൊക്കെ എന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കില്ലേ, കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ? തീർച്ചയായിട്ടും അതൊക്കെ അറിയാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അയാൾ ഉപയോഗിച്ച മൊബൈലിൻ്റെ ഫുൾ ലോക്ക് ഷീറ്റെല്ലാം കിട്ടാൻ ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് അവേഴ്സ്. എത്ര 1-2 മണിക്കൂർ കൊണ്ട് ആരോട് സംസാരിച്ച് ഈവൻ റെക്കോർഡിംഗ് വരെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനൊക്കെ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ ആ സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ അതൊക്കെ അവർ ശേഖരിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ശേഖരിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ പറയുക. ശ്രീ സജി നന്ദിയാട്ട്, അങ്ങനെയെങ്കിൽ ഇന്ന് ദിലീപും നാദിർഷായും അതുകൂടി പറയേണ്ട ഒരു ഘടകമായിരുന്നില്ലേ? ഈ തനിക്കെതിരെയുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഈ തരത്തിൽ ഭീഷണിയും ബ്ലാക്ക്മെയിലിംഗും നടത്തുന്ന പൾസ് സുനിയും കൂട്ടാളികളും ആരോടൊക്കെ സംസാരിക്കുന്നു, ആരൊക്കെയുമായി ഡീൽ ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ആ നിലയ്ക്ക് കൂടിയുള്ള പ്രതികരണം അവരിൽ നിന്ന് പറയേണ്ടതായിരുന്നില്ലേ? ശ്രീ ദിലീപ് കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ DGPക്ക്. ആ അന്വേഷണത്തിലെല്ലാം തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ സ്മൃതിയോട് പറയുന്നു, 1000 നാവുള്ള അനന്തന്മാരെ പോലെ 4 ദിക്കും ദിഗംബാർ ഉച്ചത്തിൽ സത്യം വിളിച്ചു പറയുന്നൊരു ദിവസം വരും. സത്യമെന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ആൻ എക്സാക്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ആൻ ഇൻസിഡൻറ്റ്. ഒരു സംഭവത്തിന് യഥാർത്ഥ വിവരണമാണ് സത്യമെന്ന് പറയുന്നത്. ആര് മൂടി വെച്ചാലും സത്യം വെളിയിൽ വരും. സൂര്യനെ മറയ്ക്കാൻ എത്ര 1000 കാർമേഘം വന്നാലും സാധിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വഴിത്തിരിവാണ്. ഇപ്പോൾ ഇതിന് ഡൈവേഷൻ ഉണ്ടായിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം വെളിയിൽ വരാനാണ്. സത്യം വരും. അന്ന് പല അപ്രിയ സത്യങ്ങൾ കേട്ട് സിനിമാ ലോകത്തെ പലരുടെയും നെറ്റിച്ചുളിയും. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, പൾസർ സുനി ഒരു കൈ മാത്രമാണ്, തല വേറെയാണ്. ആ തല സിനിമാ ലോകത്ത് തന്നെയുണ്ട്. കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സിനിമാ സംഘടനകൾക്കല്ല. ബഹുമാനപ്പെട്ട എല്ലാ ചർച്ച നയിക്കുന്ന ആൾക്കാരോടും പറയട്ടെ, സിനിമാ സംഘടനകൾക്ക് സിനിമ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ അവകാശമുള്ളൂ. മറിച്ച് ലോ ആൻഡ് ഓർഡറിനകത്ത് ഇടപെടാൻ അവകാശമില്ല. അതിനുള്ള അവകാശമുള്ളത് നിയമ സംഹിതയുള്ള നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഈ കേസ് ഇങ്ങനെ പോകാനുള്ള പ്രധാന കാരണം ആ മൊബൈൽ നഷ്ടപ്പെട്ടതാണ്. മൊബൈൽ എങ്ങനെ നഷ്ടപ്പെട്ടു? ഈ പ്രതി പറയുന്നതനുസരിച്ച് പോലീസ് മുന്നോട്ട് പോയിട്ടല്ലേ? കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ തൂക്ക് കേസിൽ പ്രതി എന്താ പറയാൻ പോണത്? ഭാര്യയും മക്കളെയും കൊന്നവനും പറയുന്നത് ജഡ്ജിയോട് എന്താ, ഞാൻ നിരപരാധിയാണ്, എന്നെ വെറുതെ വിടണമെന്ന്. അങ്ങനെ പറയുമ്പോൾ ജഡ്ജി അത് വിശ്വസിക്കുമോ? കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കില്ലേ? ഇവിടെ ചെയ്യേണ്ടത് എന്തായിരുന്നു അറിയാമോ? ആ പ്രതി പറഞ്ഞത് മുഴുവൻ പോലീസ് വിശ്വസിച്ചു. ആ മൊബൈൽ കണ്ടെത്തിയിരുന്നെങ്കിൽ മലയാള സിനിമയിലെ പലരും അകത്ത് പോയേനെ. നിങ്ങൾക്കപ്പോൾ യഥാർത്ഥ പ്രതിയെ മനസ്സിലായേനെ. ഇപ്പോൾ നിങ്ങളെന്താ ഒരാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത പൊതുസമൂഹം നിൽക്കുന്നത്? പക്ഷേ സത്യം വെളിയിൽ വരുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അപ്രിയ സത്യം കേട്ട് മലയാള സിനിമയും കേരള ജനതയും ഞെട്ടും. ശരിയായ രീതിയിൽ അന്വേഷിക്കണം. അപ്രിയ സത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇന്ന് ദിലീപും നാദിർഷയും നടത്തിയ വെളിപ്പെടുത്തലെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായും. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഈ നടി എവിടെ നിൽക്കുന്നു? ഈ പറഞ്ഞ പൾസർ സുനിയുടെ സ്ഥാനം എവിടെയാ മലയാള സിനിമയിൽ? ഇവർ തമ്മിലുള്ള അന്തരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു പൾസർ സൂരി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടോണ്ടിരുന്ന നായർക്ക് ഒരു ഉൾവിളി തോന്നിയെന്ന് പറഞ്ഞതുപോലെ ഈ നടിയായിരുന്നു തട്ടിക്കൊണ്ട് പോവുക. ഇതെന്നെ വെള്ളരിക്കപ്പെട്ടതാണോ ഈ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ വെളിപ്പെടുത്തിയത് ആരാ? ഇവരാരാ? ക്രിമിനൽ കേസിലെ പ്രതികളല്ലേ? ഈ ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് പിന്നിലെ ആര് എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ശ്രീ സജി നന്ദിയാട്, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായും. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇനിയിപ്പോൾ പോലീസിൻ്റെ വീഴ്ചയാണ് താങ്കൾ ആദ്യം മുട്ടെന്ന് പറയുന്നത്. പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ യഥാർത്ഥ പ്രതികൾ പിടികൂടപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ പി ടി തോമസ് പറഞ്ഞതുപോലെ ഇനി CBIക്ക് വിടുക എന്നതാണോ പോംവഴി? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം
ഇതിനകത്ത് ഈ മൊബൈൽ ഫോൺ നമുക്ക് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയതിന് സജി നന്ദിയായിട്ട് പറഞ്ഞല്ലോ, ആ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് ഈ എഴുത്ത് അയച്ചെന്ന് പറയുന്നത്, ആ എഴുത്ത് എവിടെ പോയി, ഒറിജിനൽ എഴുത്ത്, അതേപ്പറ്റി യാതൊരു പേര്, അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വാട്സപ്പിലാണ് കൂടെയാണ് കിട്ടുക. അതെങ്ങനെ വാട്സപ്പിൽ ആരയച്ചു കൊടുത്തു, ആരുടെ മൊബൈലിൽ നിന്നാണ് അത് പോയത്? അപ്പോൾ അത് പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒറിജിനലായിട്ട് ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ലെറ്റർ എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ വളരെ ദുരൂഹമായ ഏരിയയാണ്. ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് പോലീസിൻ്റെ ചുമതല. വളരെയധികം പോലീസ് ഇതിനകത്ത് കഷ്ടപ്പെട്ട് മാത്രം ഇതിനകത്ത് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാവുന്ന ഒരു DYSP ഒരു വെറ്ററൻ SPO എങ്കിൽ മാത്രമേ ഇതിൻ്റെ കല്ലും നെല്ലും നമുക്ക് സ്വാമി CBI അന്വേഷിക്കണമോ കേസ്? നമ്മുടെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് ഇത്രത്തോളം എത്തിയില്ലേ, ബാക്കി അവർ തീർക്കട്ടെ. പോലീസ് തന്നെ അന്വേഷിക്കട്ടെ എന്ന അഭിപ്രായം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. നമ്മുടെ സമയം അവസാനിക്കുക.